ഇവിടെ 20-ാം തീയതി ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുന്നു. അതിന് ആ സംഗമത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ വന്നപ്പോൾ മുതൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഈ സംഗമത്തിലല്ല പങ്കെടുക്കുന്നത്, വിശ്വാസികളുടെ സംഗമമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യോജിക്കാനും വിയോജിക്കാനുമായിട്ടുള്ള അവകാശം ഏത് പൗരനും ഉള്ളതുപോലെ തന്നെ അത് വിശ്വാസികളും പൗരന്മാർ തന്നെയാണല്ലോ. അപ്പോൾ അവർക്കും ആ വിശ്വാസം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവരവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ബദൽ സംഗമം അവിടെ സംഘടിപ്പിച്ചത്. ഈ രണ്ട് സംഗമത്തിലേക്കും എത്തിയ ആളുകൾ, അതിൽ ആരാണ് ഭക്തർ, ആരാണ് വിശ്വാസികൾ എന്നൊക്കെയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ്. അത് ഓരോരുത്തരും വ്യക്തിപരമായി എടുക്കേണ്ട ചോയ്സും അവരവരുടേതായ കാര്യമാണ്. അല്ലാതെ ഇന്നയാൾക്ക് ഭക്തിയുണ്ടോ ഇന്നയാൾക്ക് ഭക്തിയില്ലേ എന്നൊന്നും മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല, സർക്കാരുകൾക്കും പറയാൻ കഴിയില്ല. സർക്കാരുമല്ല ഭക്തരാരാണ് അല്ലാത്തത് ആരാണ് എന്നൊക്കെ പറയേണ്ടത്. അതിനൊന്നുമുള്ള ഒരു അവകാശവും ഒരു സർക്കാരിനും കൊടുത്തിട്ടുമില്ല. ഇവിടെ ഹിന്ദുക്കൾ അതുപോലെ തന്നെ വാവൂര് സ്വാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് മുസ്ലിം വിരുദ്ധത അതിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അത് ആ ഒരു സ്വാമിയുടെ ഒരാളുടെ പ്രസംഗത്തിൽ വന്ന ഒരു ഭാഗം മാത്രം വളർത്തിയെടുത്തുകൊണ്ടാണ്. കാരണം എന്തായാലും ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന ലാഘവത്തോടെ ഞാൻ ആ പ്രസ്താവന എന്തായാലും കാണുന്നുള്ളൂ. ഇവിടെ ഹിന്ദുക്കൾ എന്തായാലും വിഡ്ഢികളൊന്നുമല്ല. 2018 മുതൽ തന്നെ കൃത്യമായി അവർ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞും ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞും വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞും ഒക്കെ മുന്നോട്ട് പോകുന്നത് കണ്ടതുകൊണ്ടാണല്ലോ അകന്നുപോയ ഹിന്ദു വോട്ടുകൾ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി വിശ്വാസികൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും തിരികെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ശ്രമം ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ മുൻകൈയെടുത്ത് നടത്തുന്നത്. ഒന്നും അറിയാത്തവരൊന്നും അല്ലല്ലോ CPIM.